ദൈവീ സമ്പത്ത് യാ സാ വിമോക്ഷായ സംസാരബന്ധനാത് നിബന്ധായ നിയതഃ ബന്ധഃ നിബന്ധഃ തദർത്ഥം ആസുരീ സമ്പത്ത് മതാ അഭിപ്രേത തഥാ രാക്ഷസീ ച. തത്ര ഏവം ഉക്തേ സതി അർജുനസ്യ അന്തർഗതം ഭാവം കിമഹം ആസുരസമ്പദ്യുക്തഃ കിം വാ ദൈവസമ്പദ്യുക്തഃ ഇത്യേവം ആലോചനാരൂപം ആലക്ഷ്യ ആഹ ഭഗവാൻ മാ ശുചഃ ശോകം മാ കാർഷീഃ സമ്പദം ദൈവീം അഭിജാതഃ അസി അഭിലക്ഷ്യ ജാതഃ അസി ഭാവി കല്യാണഃ ത്വം അസി ഇത്യർത്ഥഃ ഹേ പാണ്ഡവ. അഞ്ചാമത്തെ ശ്ലോകത്തിന് ആചാര്യസ്വാമികൾ നൽകിയിട്ടുള്ള വ്യാഖ്യാനം. ദൈവീ സമ്പത്ത് യാവ ചില ദൈവീ സമ്പത്തുകളുണ്ടോ, അഭയം എന്നു തുടങ്ങി പ്രതിപാദിച്ച സദ്ഗുണങ്ങൾ, സാ അവ വിമോക്ഷായ സംസാരബന്ധനാത് സംസാരബന്ധനത്തിൽ നിന്ന് വിമോക്ഷായ വിമോചിപ്പിക്കുന്നതിനായിക്കൊണ്ട് സഹായിക്കും. സംസാരബന്ധ മോക്ഷം വേണോ, ഈ സദ്ഗുണങ്ങൾ സ്വന്തമാക്കിക്കൊള്ളണം. സദ്ഗുണങ്ങൾ സ്വന്തമാക്കിയാൽ എങ്ങനെ സംസാരബന്ധമോചനമുണ്ടാകും എന്നാണെങ്കിൽ, സംസാരബന്ധമോചനത്തിന് ജ്ഞാനം മാത്രമാണ് മുഖ്യ കാരണം. മറ്റൊക്കെയോ പാകസ്യ വഹ്നിവത് ജ്ഞാനം വിനാ മോക്ഷഃ ന സിദ്ധ്യതി. പാചകത്തിന് എപ്രകാരമാണോ അഗ്നി മുഖ്യമായിരിക്കുന്നത്, ആചാര്യസ്വാമികൾ ആത്മബോധം എന്ന കൃതിയിൽ പറഞ്ഞു തരും. അഗ്നി മുഖ്യ കാരണമാണ്. ഇതുപോലെ ബോധം അല്ലെങ്കിൽ അറിവ്, ജ്ഞാനം, ഇതാണ് മോക്ഷത്തിന് സഹായകമായിട്ടുള്ള, മോക്ഷത്തിനുള്ള മുഖ്യ കാരണം. എന്തുകൊണ്ട്? ബന്ധനം എന്നുള്ളത് അജ്ഞാനജം ആണ്. അറിവില്ലായ്മയിൽ നിന്നാണ് ഞാൻ ബന്ധനസ്ഥനാണ്, ബന്ധനസ്ഥയാണ് എന്നീ മിഥ്യാധാരണകൾ ഉണ്ടായി വന്നത്. അതുകൊണ്ട് അറിവ് വേണം. ഈ അറിവ് നേടുന്നതിന് ഉപാധികളെ, മനോബുദ്ധികളെ വിശേഷിച്ച് അനുകൂലമാക്കി വയ്ക്കേണ്ടതുണ്ട്. അതിനാണ് ഈ സദ്ഗുണങ്ങൾ ഉപദേശിച്ചിരിക്കുന്നത്. ഈ മൂല്യങ്ങൾ, ഈ ഒരു വില നൽകിയാലേ, ഇന്ദ്രിയഭോഗ തത്പരതയ്ക്ക് പിറകെ പോയാൽ സ്വസ്ഥമായിരുന്ന് അറിവാർജിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ഓരോ മൂല്യത്തെയും അറിവുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കും. നിങ്ങൾ ദമം ശീലിക്കണം, ഇല്ലെങ്കിൽ ഈ അറിവ് നേടുന്നതിന് അന്ധക്കരണം അനുകൂലമാവില്ല, ഇന്ദ്രിയങ്ങൾ സഹായകമാവില്ല. ഇങ്ങനെ നമുക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കും. ദൈവീ സമ്പത്ത് യാ സാ വിമോക്ഷായ സംസാരബന്ധനാത്, സംസാരബന്ധനത്തിൽ നിന്ന് മോക്ഷത്തിനായിക്കൊണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് എന്ന് ധരിക്കരുത്. പിന്നെയോ പാരമ്പര്യേണ, ക്രമത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് അന്ധകരണശുദ്ധിക്ക് സഹായിക്കുന്നു. അന്ധകരണശുദ്ധി ജ്ഞാനാർജനത്തിനും മോക്ഷത്തിനും സഹായകമാവുന്നു. നിബന്ധായ നിയതഃ ബന്ധഃ നിബന്ധഃ, നിബന്ധനം എന്ന പ്രയോഗം, ബന്ധിപ്പിക്കുന്നത്. ഏതാണ് ബന്ധിപ്പിക്കുന്നത്? തദർത്ഥം ആസുരീ സമ്പത്ത്, നിശേഷമായിട്ടോ അല്ലെങ്കിൽ വ്യവസ്ഥാപൂർണമായിട്ടോ ബന്ധിക്കുന്നതാണ്
ആസുരി സമ്പത്ത് മത അഭിപ്രേത. ഇതാണ് ഭഗവാന്റെ അഭിപ്രായം, ഒപ്പീനിയൻ. ഇപ്പോൾ ഭഗവാൻ രണ്ട് സമ്പത്തുകളെ സംബന്ധിച്ചുമുള്ള ഒപ്പീനിയൻ. എന്താണ് ഇവയുടെ ഫലം? ഈ ഗുണങ്ങൾ ആർജിച്ചാൽ ദൈവീ സമ്പത്താണ് ആർജിക്കുന്നതെങ്കിൽ മോക്ഷവും, ആസുരി സമ്പത്തിൻ്റെ പിറകിലാണെങ്കിൽ ബന്ധനവും ഉറപ്പാക്കപ്പെടും. തഥാ രാക്ഷസീച്ച. ഇവിടെ ഭഗവത്പാദരെ തുടക്കം മുതൽ 3 പ്രകൃതിയെക്കുറിച്ച് പറയേണ്ടായി. 9-ാം അധ്യായത്തെ ഉദ്ധരിച്ചു. ആസുരി പ്രകൃതി, രാക്ഷസീ പ്രകൃതി, പിന്നെ സാത്വിക പ്രകൃതി, ദൈവീ പ്രകൃതി. ഇപ്പോൾ ദൈവീ പ്രകൃതി, ആസുരി പ്രകൃതി, രാക്ഷസീ പ്രകൃതി. അതുകൊണ്ടിവിടെ രാക്ഷസീച്ച എന്നും കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇത് രണ്ടും ബന്ധനത്തിന് കാരണമാണ്, ആസുരി പ്രകൃതി, രാക്ഷസീ പ്രകൃതി. തത്ര ഏവം ഉക്തേ സതി അർജുനസ്യ അന്തർഗതം ഭാവം. ഇപ്രകാരം പറഞ്ഞു നിർത്തിയപ്പോൾ ഭഗവാൻ അർജുനൻ്റെ അന്തർഗതമായ ഭാവത്തെ, അർജുനൻ്റെ ഉള്ളിൽ തോന്നാൻ സാധ്യതയുള്ള കാര്യത്തെ ആലോചിച്ചു. അപ്രകാരം ആലോചിച്ചിട്ട് എന്തായിരിക്കും അന്തർഗതമായ ഭാവം? കിമഹം ആസുരസമ്പദ്യുക്ത കിം വാ ദൈവസമ്പദ്യുക്ത. ഞാൻ ആസുരസമ്പത്തിയോടൊത്തവനാകുന്നുവോ അതോ എന്നിൽ ദൈവീ സമ്പത്തിയാണോ ഉള്ളത് എന്ന് അർജുനൻ സംശയിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ പറയുന്നു, ഇത്യേവം ആലോചനാരൂപം ആലക്ഷ്യ ആഹ ഭഗവാൻ. ഇപ്രകാരം അർജുനൻ്റെ മനസ്സിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ള ഒരു വിചാരത്തെ പരിഗണിച്ച് ഒരു ആശങ്കയെ ലക്ഷ്യമാക്കി മാ ശുച ശോകം മാ കാർഷീഹി. നീ ശോകാവസ്ഥയെ പുൽകരുത്. നീ ഈ വിഷയം ആലോചിച്ച് വിഷമിക്കേണ്ട, ദുഃഖിക്കേണ്ട. മാ ശുച ശോകം മാ കാർഷീഹി. നീ വിഷമിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? ദൈവീം സമ്പദം ദൈവീം അഭിജാത അസി. ആൽ അഭിലക്ഷ്യ ജാത അസി. ഭവാൻ ദൈവീ സമ്പത്ത് ലക്ഷ്യമാക്കി ജനിച്ചവനാകുന്നു, അതിനെ തന്നെ പ്രാപിക്കുകയും ചെയ്യും. അർജുനെ സംബന്ധിച്ചിടത്തോളം അർജുനിൽ ദൈവീ സമ്പത്ത് ഉണ്ട്. ഈ ഒരു അനുഗ്രഹവാക്യം നമുക്കും ഏറ്റുവാങ്ങാം. അർത്ഥം, ഇവിടെ നമ്മളെല്ലാവരും ഭഗവാൻ അർജുനനോട് പറഞ്ഞത് നമ്മളോട് പറഞ്ഞതാണ് എന്ന് സാദരം സ്വീകരിക്കണം. ആദരവോടെ ഇത് സ്വീകരിക്കാവുന്നതാണ്, ഉൾക്കൊള്ളാവുന്നതാണ്. അർജുനൻ്റെ കാര്യത്തിൽ ഭഗവാൻ അർജുനനെ നല്ല പരിചയമുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. 11-ാം അധ്യായത്തിൽ അർജുനൻ പറഞ്ഞൂലോ, വിഹാര ശയ്യാസന ഭോജനേഷു. കിടക്കുന്നതും അതുപോലെ തമാശകൾ പറയുന്നത്, കളിക്കുന്നത്, ആഹാരം കഴിക്കുന്നത്, ഇതൊക്കെ ഒന്നിച്ചായിരുന്നു എന്ന് പരാമർശിച്ചിട്ടുണ്ട്. അപ്രകാരം ഭഗവാന് അർജുനനെ നന്നായിട്ട് അറിയാം. അതൊക്കെ വെച്ചുകൊണ്ട് ജ്യേഷ്ഠാനുസാരിയാണ്, ധർമ്മവിഷയകമായ ബോധമുണ്ട്, ആചരണത്തിൽ ശ്രദ്ധയുണ്ട്. ഉർവശിയെ വശകയായി കിട്ടിയപ്പോഴും പക്ഷേ അതിൽ ആകൃഷ്ടനായില്ല. ധർമ്മബുദ്ധി കൊണ്ട് ഉർവശിയെ തിരസ്കരിച്ചു. അതൊരു ശാപത്തിന് കാരണമായി, പക്ഷേ ഉപകാരമായി. അതാണ് ആ ഒരു സദ്ബുദ്ധി പുലർത്തിയതിൻ്റെ അനുഗ്രഹം. ഉർവശി ശപിച്ചു, പക്ഷേ ഉർവശി ശാപം ഉപകാരം എന്ന് എക്കാലത്തേക്കും ചിന്തിക്കാൻ പറ്റിയ ഒരു സന്ദേശവും പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നു. ഉർവശിയെ തിരസ്കരിച്ചു. പിന്നെയോ
കുരുക്ഷേത്ര യുദ്ധത്തിന് ഒരുങ്ങി സൈന്യങ്ങളെ സമാഹരിക്കാൻ പുറപ്പെട്ടപ്പോൾ നാരായണീയ സൈന്യത്തെയോ അഥവാ ശ്രീകൃഷ്ണ ഭഗവാനെയോ വേണ്ടത്, ഇങ്ങനൊരു ചോയ്സ് വന്നപ്പോൾ വിത്തൗട്ട് എ സെക്കൻഡ് തോട്ട്, രണ്ടാമതൊരാലോചനയില്ലാതെ ഭഗവാനെ തന്നെ വരിച്ചു. അതൊക്കെ ദൈവീ സമ്പത്തിൻ്റെ ലക്ഷണമല്ലേ എന്ന് ചോദിക്കുക. ഭഗവാനെ വരിച്ചു. പിന്നെയോ വിശ്വരൂപ ദർശന ഭാഗ്യമുണ്ടായി. അവിടെ ഭഗവാൻ ഇത് വളരെ ദുർലഭമാണ് അർജുന, അതീവ ഭക്തന്മാർക്ക് മാത്രം ലഭ്യമാകുന്നതാണ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഭഗവാൻ പറയുന്നു, ദിവ്യം ദദാമി തേ ചക്ഷു, ഭവാന് ഞാൻ ദിവ്യമായ കണ്ണുകൾ തരാം. അങ്ങനെ ഒരു അനുഗ്രഹത്തിന് പാർത്ഥൻ പാത്രീഭൂതനായി. അതുകൊണ്ടും കൂടി തീരുമാനിക്കാം അർജുനൻ ദൈവീ സമ്പദ് ഗുണസമ്പന്നനാണ് എന്ന്. ഇത് നമുക്ക് എത്രത്തോളം ബാധകമാവും? ഇന്ന് എത്ര ആളുകൾ നേരമുണ്ടായിട്ടും താല്പര്യമില്ലാത്തവരായിട്ട് ഈ വഴിയിലേക്ക് വരാതിരിക്കുന്നു. ഇതുപോലെ എത്ര ജനങ്ങൾ ഇതിനൊക്കെ അവസരം ഉണ്ടായിട്ടും അതിലേക്ക് ശ്രദ്ധയില്ലാതെ മറ്റ് തിരക്കുകളിൽ മുഴുകുന്നു. ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആലോചിച്ച് പോകുമ്പോൾ നമുക്കറിയാം നാം സെലക്ട് ചെയ്യപ്പെട്ട കുറച്ച് പേരാണ്. 7-ാം അധ്യായത്തിൽ ഭഗവാൻ പറയണില്ലേ, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ്യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ എന്ന് പറഞ്ഞില്ലേ. ആ 1000-ൽ ചിലരാണ് ഞാൻ, ഞങ്ങൾ എന്ന് കരുതാൻ സ്വാതന്ത്ര്യമില്ലേ നമുക്ക്? ആ അർത്ഥത്തിൽ നമുക്ക് തീർച്ചയായിട്ടും സ്വയം അഭിനന്ദിക്കാം. ഇത് കേട്ടു എന്നുള്ളത് തന്നെ നമുക്കിതിന് യോഗ്യതയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. പല പ്രകാരത്തിലും ഭഗവത്ഗീത പഠിതാക്കളായി ആളുകൾ ഉത്സാഹിക്കുന്നുണ്ട്. അവരൊക്കെ ഭഗവാൻ അർജുനന് നൽകിയ ഈ ഒരു അംഗീകാരത്തിന് അർഹരാണ് എന്ന് വിചാരിക്കാം. നമുക്ക് സ്വയം നമ്മെ അഭിനന്ദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്.